അഹമ്മദാബാദിലെ ഗാന്ധിനഗർ ക്യാപിറ്റൽ റെയിൽവേ സ്റ്റേഷനാണിത്. ഇന്ത്യയിൽ ഇങ്ങനെ മനോഹരമായ രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ എന്ന് തോന്നിപ്പോകും വിധമാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. PM മോദി 16 ജൂലൈ 2021 ഉദ്ഘാടനം ചെയ്ത റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത്. വളരെ തിരക്ക് കുറഞ്ഞ ശാന്തമായ ഒരു പ്ലേസിലാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്റ്റേഷന്റെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ അതിമനോഹരമായിട്ടുണ്ട്. സ്റ്റേഷൻ ബിൽഡിംഗ് ഒരു രക്ഷയില്ല. ഇത്രയും തിരക്ക് കുറഞ്ഞ ടിക്കറ്റ് കൗണ്ടർ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഒട്ടും തിരക്കില്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടെയാണ് ഈ സ്റ്റേഷൻ. ഈ കടന്നു വരുന്ന ട്രെയിനാണ് മുംബൈയിൽ നിന്ന് രാവിലെ 6 മണിക്ക് പുറപ്പെട്ട് 12:25 ഗാന്ധിനഗർ ക്യാപിറ്റലിൽ എത്തിച്ചേരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്. വാരാണസി കത്ര വന്ദേ ഭാരതുകൾക്ക് ശേഷം 30 സെപ്റ്റംബർ 2022 ഇന്ത്യൻ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്ത മൂന്നാമത്തെ വന്ദേ ഭാരതാണ് മുംബൈ സെൻട്രൽ ഗാന്ധിനഗർ ക്യാപിറ്റൽ വന്ദേ ഭാരത്. ഈ ട്രെയിൻ വെസ്റ്റേൺ റെയിൽവേ മുംബൈ സെൻട്രൽ ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ട്രെയിൻ 522 കിലോമീറ്റർ താണ്ടാനായിട്ട് വെറും 6 മണിക്കൂർ 15 മിനിറ്റ് ആണ് എടുക്കുന്നത്. ഇന്നത്തെ യാത്ര ഈ ട്രെയിനിലാണ്. മുംബൈയിൽ നിന്ന് 12:25 എത്തിച്ചേരുന്ന ഈ ട്രെയിൻ 1 മണിക്കൂർ 40 മിനിറ്റിന് ശേഷം തിരിച്ച് മുംബൈ വന്ദേ ഭാരത് ആയിട്ട് ഇവിടെ നിന്ന് പുറപ്പെടുന്നതായിരിക്കും. അപ്പൊ ഇന്ന് യാത്ര ചെയ്യുന്നത് മുംബൈ വന്ദേ ഭാരതിൽ മുംബൈ സെൻട്രലിലേക്കാണ് നമ്മുടെ യാത്ര. അധികം പ്ലാറ്റ്ഫോമുകളുള്ള റെയിൽവേ സ്റ്റേഷൻ ഒന്നും അല്ല ഇത്. ആകെക്കൂടെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. ഈ കിടക്കുന്ന ട്രെയിനാണ് നമ്മുടെ മുംബൈ വന്ദേ ഭാരത്. ഈ സ്റ്റേഷന്റെ കോഡ് ഉണ്ടോ? GNC. ഇതാണ് ഗാന്ധിനഗർ ക്യാപിറ്റൽ റെയിൽവേ സ്റ്റേഷന്റെ കോഡ്. ഈ റെയിൽവേ സ്റ്റേഷന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്റ്റേഷന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ബിൽഡിംഗ് ഉണ്ടോ? ഇത് ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. 318 റൂമോട് കൂടിയ ഒരു അടിപൊളി ബിസിനസ് 5 സ്റ്റാർ ഹോട്ടൽ കൂടിയാണ് ഇതിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബിൽഡിംഗ്. ഈ സ്റ്റേഷൻ വെസ്റ്റേൺ റെയിൽവേ അഹമ്മദാബാദ് ഡിവിഷന്റെ അണ്ടറിൽ വരുന്ന NST 5 കാറ്റഗറിയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അധികം ട്രെയിൻ ട്രാഫിക്കോ പാസഞ്ചേഴ്സ് തിരക്കോ ഒന്നും ഇല്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ഗാന്ധിനഗർ ക്യാപിറ്റൽ. പക്ഷെ സ്റ്റേഷന്റെ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. എയർപോർട്ടിനെ അനുസ്മരിക്കും വിധമാണ് ഇതിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തേക്കുന്നത്. വളരെ മനോഹരമാണ് ഇതിന്റെ സ്റ്റേഷന്റെ അകവും കാര്യങ്ങളും ഒക്കെ. ഇനി ഇന്ത്യയിൽ ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഇങ്ങനെയാകാമെന്നാണ് പ്രതീക്ഷിക്കാൻ നമുക്ക്. സ്റ്റേഷനിൽ ഒരു വെയിറ്റിംഗ് ഹാൾ ഉണ്ട്. എയർ കണ്ടീഷൻ ചെയ്ത വളരെ മനോഹരമായ ഒരു വെയിറ്റിംഗ് ഹാളാണ്. എല്ലാവർക്കും ഇവിടെ ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാം. സൈഡിൽ ബാത്റൂമും കാര്യങ്ങളും ഉണ്ട്, അവിടെയും ഫ്രീ ആണ്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ഹാൾ ഉണ്ടോ എന്ന് തന്നെ, ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് എൻട്രി ഉള്ള വെയിറ്റിംഗ് ഹാൾ ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടാണ്. കാര്യം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള എൻട്രി. സമയം 1:30 കഴിഞ്ഞിരിക്കുന്നു. ട്രെയിൻ 2:05 എടുക്കും. ഇനി നമ്മുടെ കോച്ച് തേടി പോവാം. C1 ആണ് നമ്മുടെ കോച്ച്. ട്രെയിനിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വിൻഡോ എല്ലാം കണ്ടില്ലേ, നല്ലതായിട്ട് തുടച്ച് വൃത്തിയാകുന്നു. നല്ല ക്ലിയർ വിഷൻ ആയിരിക്കും ഇതിന്റെ അകത്ത് നിന്നാ കിട്ടുന്നത്. നമ്മുടെ കോച്ചാണിത്, C1ലെ ഏറ്റവും ബാക്കിലായിട്ടാണിത്. അതാണ് ഇത് ഇത്രയും ചെറുതായിട്ട് തോന്നുന്നത്. ഇതിന്റെ സ്ലൈഡിംഗ് ഡോർ കണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വന്ദേ ഭാരതിലെ ഈ സ്ലൈഡിംഗ് ഡോറാണ്. ജസ്റ്റ് ഒരു ടച്ചിൽ തന്നെ ഇത് തുറക്കുന്നതാണ്. ഇത് ഇത്രയും ചെറിയ കോച്ചാകാൻ കാര്യം ഇത് ഏറ്റവും ബാക്കിലെ എഞ്ചിനോട് ചേർന്ന കോച്ചായതുകൊണ്ടാണ് ഇത്രയും ചെറുത്. വെറുതെ ഒന്ന് എക്സിക്യൂട്ടീവ് ചെയർക്കാറിൽ കയറിയതാണ്. ഈ റൊട്ടേറ്റിംഗ് സീറ്റുള്ള വന്ദേ ഭാരതിലെ എക്സിക്യൂട്ടീവ് ചെയർക്കാറിലെ യാത്ര അതിമനോഹരമാണ്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എക്സിക്യൂട്ടീവ് ചെയർക്കാർ. വന്ദേ ഭാരതിലെ ഓട്ടോമാറ്റിക് ഡോറിന്റെ സിസ്റ്റം അടിപൊളിയാണ്. ഇതിന്റെ സെൻസർ വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ട്രെയിൻ സ്റ്റേഷനിൽ എത്തുമ്പോഴും പുറപ്പെടുമ്പോഴും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യുന്ന സിസ്റ്റമാണ്. ഇനി ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ ട്രെയിനിലും ഈ ഒരു സിസ്റ്റം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ കറക്റ്റ് 2:05 തന്നെ ഈ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി മുംബൈ ലക്ഷ്യമാക്കി ഈ ട്രെയിൻ 2:05 പുറപ്പെട്ട് രാത്രി 8:25 മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും വിധമാണ് ഇതിന്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഈ ട്രെയിനിന്റെ അടുത്ത സ്റ്റേഷൻ വരുന്നത് അഹമ്മദാബാദ് ജംഗ്ഷൻ ആണ്. സ്റ്റേഷൻ എല്ലാം കാലിയായിരിക്കുന്നു. അധികം തിരക്കൊന്നുമില്ലാത്ത റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ ഈ ഗാന്ധിനഗർ ക്യാപിറ്റൽ റെയിൽവേ സ്റ്റേഷൻ. പക്ഷെ ഇതിന്റെ കൺസ്ട്രക്ഷൻ കണ്ടില്ലേ, എല്ലായിടത്തും വളരെ ഭംഗിയായിട്ടുണ്ട്. ഒരു എയർപോർട്ട് കാണുന്ന അതേ ഫീലാണ് ഈ സ്റ്റേഷനിൽ വന്നാൽ നമുക്ക് അനുഭവപ്പെടുന്നത്. അഹമ്മദാബാദിലെ 2ാമത്തെ ടെർമിനേറ്റിംഗ് സ്റ്റേഷനായ സബർമതിയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ പക്ഷെ നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പില്ല. പക്ഷെ ഒരുപാട് ട്രെയിനുകൾ
സ്റ്റാർട്ട് ചെയ്യുകയും ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ സബർമതി റെയിൽവേ സ്റ്റേഷൻ. 10 പ്ലാറ്റ്ഫോമുള്ള ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് സബർമതി. ഈ സ്റ്റേഷന് അടുത്തുള്ള ഒരു ഡീസൽ ലോക്കോ ഷെഡ് ഉണ്ട്. ആ ലോക്കോ ഷെഡിലെ ലോക്കോയുടെ ലിവറിയൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. നല്ല അടിപൊളി ലുക്കാണ് സബർമതിയിലെ ലോക്കോസ് എല്ലാം കാണാനായിട്ട്. സബർമതി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ വരുന്ന ഒരു ബ്രിഡ്ജാണ്. സബർമതി റിവറിന് മുകളിലൂടെയുള്ള റെയിൽവേ ബ്രിഡ്ജാണ്. ഈ റിവറിന്റെ ഒരു സൈഡിലാണ് മഹാത്മാഗാന്ധിജിയുടെ സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജി 12 വർഷത്തോളം ആ ആശ്രമത്തിലാണ് ജീവിച്ചിരുന്നത്. അതിമനോഹരമായ ഒരു ആശ്രമമാണ്. ഇപ്പൊ ഈ നദിയുടെ 2 സൈഡിലും ഗുജറാത്ത് ടൂറിസത്തിന്റെ ഭാഗമായി നല്ല റീകൺസ്ട്രക്ട് ഒക്കെ ചെയ്ത് നല്ല ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്ത് നൈറ്റിൽ അടിപൊളി വ്യൂ ആണ് ഈ നദിയുടെ 2 കരയിലും. ഇവിടെ വന്നവർക്കറിയാം ഈ നദിയിലെ 2 സൈഡിലുമുള്ള വ്യൂവും കാര്യങ്ങളും ഒക്കെ നൈറ്റ് വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഈ നദിയുടെ 2 സൈഡിലുമുള്ള വ്യൂവും കാര്യങ്ങളും ഒക്കെ കാണുവാനായിട്ട് രാത്രി പ്രത്യേകിച്ച് പറയുകയേ വേണ്ട. നമ്മുടെ ട്രെയിൻ അഹമ്മദാബാദ് സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുവന്ന് ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പ് ഫസ്റ്റ് സ്റ്റോപ്പായ അഹമ്മദാബാദ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പൊ വരാൻ പോകുന്നത്. സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പേ കണ്ട കാഴ്ചയാണ് ഈ സൈഡിലൊക്കെ കിടക്കുന്ന ട്രോളികൾ കണ്ടോ? ഇത് ചരക്കുകളൊക്കെ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന ട്രോളികളാണ്. അത്യാവശ്യം നല്ല ഗുഡ്സ് മൂവ്മെന്റ് ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണെന്ന് തോന്നുന്നു അഹമ്മദാബാദ്. NST1 കാറ്റഗറിയിലെ റെയിൽവേ സ്റ്റേഷൻ അല്ലേ, അപ്പൊ നല്ല ഗുഡ്സ് റവന്യൂ കിട്ടുന്ന റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ട്രോളികളൊക്കെ ഇവിടെ നിരന്ന് കിടക്കുന്നത്. നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയല്ലേ ഇത് കാണാനായിട്ട്. അഹമ്മദാബാദ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഡോറ് തുറക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. സ്റ്റേഷനിലൊന്നും ഇറങ്ങണം, എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ മേടിക്കണം. ഗാന്ധിനഗർ ക്യാപിറ്റൽ റെയിൽവേ സ്റ്റേഷനിൽ ഫുഡ് കോർട്ടോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഒന്നും കഴിച്ചില്ലായിരുന്നു ഉച്ചയ്ക്ക്. അതുകൊണ്ട് ലൈറ്റായിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാം എന്ന് വിചാരിക്കുന്നു. അഹമ്മദാബാദിലെ 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത്. 2:46 കറക്റ്റ് ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കറക്റ്റ് 15 മിനിറ്റ് ഉണ്ട് ഇവിടെ സമയം. അതുകൊണ്ട് ധൈര്യമായി പുറത്തിറങ്ങി നടക്കാം. പറയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളിൽ ഓട്ടോമാറ്റിക് ഡോർ സിസ്റ്റം ആണല്ലോ. അപ്പൊ നമ്മൾ അധികം സമയമില്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ തിരിച്ചു കയറുന്നതിന് മുമ്പ് ഇത് ലോക്കായാൽ പിന്നെ ഇതിനകത്തേക്ക് കയറുക ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 15 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായതുകൊണ്ട് നമുക്കധികം പ്രോബ്ലം വരുന്നതല്ല. സ്റ്റേഷനിൽ കണ്ട കാഴ്ചയാണ്. ഇതാണ് ആലു സമൂസ. ഇതിന്റെ എണ്ണയുടെ കളറും ഉണ്ട്. ഇത് എന്ത് എണ്ണയാന്ന് ആർക്കെങ്കിലും അറിയോ? കടുകെണ്ണയാന്ന് തോന്നുന്നു കണ്ടിട്ട്. സമൂസ ഉണ്ടാക്കുന്ന രീതി കണ്ടോ? ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഈ ചേട്ടൻ ഉണ്ടാക്കുന്ന രീതി കണ്ടോ? എന്ത് ഫാസ്റ്റായിട്ടാണ് ഈ ചേട്ടൻ സമൂസ ഉണ്ടാക്കുന്നത്. അത് കാണുന്നത് ആലു ആണ്. ആലു സമൂസയാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് ഷൂട്ട് ചെയ്യാൻ തോന്നി. ഞാൻ ഈ സൈഡിലേക്ക് പോയി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊന്ന് വാങ്ങണമെന്നായി. ഏതായാലും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതല്ലേ, നമ്മുടെ കൺമുമ്പിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതല്ലേ. ഇത്ര ഫ്രഷായി കൺമുമ്പിൽ നിന്ന് ഉണ്ടാക്കി നല്ല ചൂടോടുകൂടി ഉണ്ടാക്കി തരുന്നല്ലേ. അപ്പൊ ഇത് 2 വാങ്ങണം. അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചില്ലായിരുന്നല്ലോ. അപ്പൊ ഇന്ന് ലഞ്ച് ഇത് തന്നെ ആയിക്കോട്ടെ. ഈ വടയുടെ പേരെന്തായിരുന്നു? സോറി, ഇത് വടയല്ലല്ലോ, ഇത് സമൂസയല്ലേ. സമൂസ. ഇത് തന്നെയാണ് ആലു സമൂസ, പൊട്ടറ്റോ സമൂസ. എന്താ മലയാളത്തിൽ പറയുക? ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ സമൂസ. അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. ഇന്ന് ലഞ്ച് ഇത് തന്നെ ആയിക്കോട്ടെ. ഇവര് വറക്കുന്ന ഫ്രഷ് ആയിട്ടല്ലേ, അപ്പൊ ധൈര്യമായിട്ട് വാങ്ങാം. ഞാൻ 2 പൊട്ടറ്റോ സമൂസ വാങ്ങി. ഇന്നത്തെ ലഞ്ച് ഇതായിക്കോട്ടെ. സമൂസയുടെ കൂടെ ടൊമാറ്റോ സോസ് ആണ് കിട്ടിയിരിക്കുന്നത്. അഹമ്മദാബാദ് ജംഗ്ഷനിൽ കണ്ട കാഴ്ചയാണ്. ട്രെയിൻ എല്ലാം വിൻഡോ എല്ലാം ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഗാന്ധിനഗർ ക്യാപിറ്റലിൽ നിന്ന് കണ്ടതാണ് ഇതേമാതിരി ക്ലീൻ ചെയ്യുന്നത്. പക്ഷെ അത് ട്രെയിനിന്റെ ഈ മറുപുറത്തായിരുന്നു ക്ലീൻ ചെയ്തത്. ഈ സൈഡിലെ വിൻഡോ ഒന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അഹമ്മദാബാദിൽ വന്നിട്ടാണ് ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നത്. വെസ്റ്റേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ട്രെയിനാണ്. നല്ല വൃത്തിയോടുകൂടിയാണ് അവർ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അഹമ്മദാബാദ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ട്രെയിൻ. ഇവിടെ മൊത്തം 9 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഇനി ഒരു 3 പ്ലാറ്റ്ഫോമുകൾ കൂടെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് ബുള്ളറ്റ് ട്രെയിന് വേണ്ടിയാണ്. അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിന് വേണ്ടി. അത് ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു 2-3 വർഷത്തിനകം ബുള്ളറ്റ് ട്രെയിൻ ഇതുവഴി ഓടിത്തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. കറക്റ്റ് 3 മണിക്ക് തന്നെ നമ്മുടെ ട്രെയിൻ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേഷനായ വഡോദര ജംഗ്ഷനിലാണ് നമ്മുടെ ട്രെയിൻ ഇനി സ്റ്റോപ്പ് ഉള്ളത്. അഹമ്മദാബാദ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എടുത്ത് നിമിഷങ്ങൾക്കകം തന്നെ ട്രെയിൻ 130 കിലോമീറ്റർ സ്പീഡിലേക്ക്
എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ല സ്പീഡിലാണ് ഈ ട്രെയിൻ പറക്കുവാണ് മുംബൈ ലക്ഷ്യമാക്കി. അടുത്ത സ്റ്റേഷനായ വഡോദരയിലേക്ക് അഹമ്മദാബാദിൽ നിന്ന് വെറും 50 മിനിറ്റ് കൊണ്ട് ഈ ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. അപ്പൊ അറിയാലോ ഈ ട്രെയിനിന്റെ സ്പീഡ്. വന്ദേ ഭാരത് പൊതുവെ പുള്ളിങ്ങിന്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല. അഹമ്മദാബാദിനടുത്തുള്ള വട്ടുവ എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇവിടെ ഒരു ലോക്കോ ഷെഡ് ഉണ്ട്, വട്ടുവ ഡീസൽ ലോക്കോ ഷെഡ്. ഇതൊരു അത്യാവശ്യം വലിയൊരു ഡീസൽ ലോക്കോ ഷെഡ് തന്നെയാണ്. അഹമ്മദാബാദിൽ മൊത്തം എനിക്ക് തോന്നുന്നു 2 ഡീസൽ ലോക്കോ ഷെഡ് ഉണ്ടെന്ന്. ഒന്ന് സബർമതിയിലും ഒന്ന് ഇത് ഈ കാണുന്ന വട്ടുവയിലും. പിന്നെ വരുന്നത് ഇവിടെയാണ് വഡോദരയിലാണ്. വഡോദരയിൽ ഒരു അടിപൊളി ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഉണ്ട്, അറിയാം. ഈ സൈഡിൽ കൂടെ കാണുന്ന മഞ്ഞ മതിൽ കണ്ടോ? അതിന്റെ അപ്പുറത്താണ് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട് നടക്കുന്നത്. വരുന്ന ഫ്യൂച്ചറിൽ ഇതുവഴി ബുള്ളറ്റ് ട്രെയിൻ ഓടുന്നതായിട്ട് നമുക്ക് കാണാം. എല്ലാന്റിക്കാണ് ഇതിന്റെ വർക്കിന്റെ പ്രൊജക്ടിന്റെ ചുമതല ഈ ഏരിയയിലുള്ളത്. നല്ല ഫാസ്റ്റ് ആയിട്ടാണ് വർക്ക് നടക്കുന്നത്. വരുന്ന 2-3 വർഷത്തിനകം ഇതുവഴി ബുള്ളറ്റ് ട്രെയിൻ ഓടുമെന്ന് ഞാൻ ഏതൊരു ന്യൂസ് പേപ്പറിൽ വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്. വഡോദര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ട്രെയിൻ ആകെ 3 മിനിറ്റ് മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ. ഇതിന്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 3:53 വന്നിട്ട് 56 വിടുന്ന രീതിയിലാണ് ഇതിന്റെ ടൈം ക്രമീകരിച്ചിരിക്കുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ. ഗുജറാത്തിൽ അഹമ്മദാബാദ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ 2ാമത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടാണ് വഡോദര ജംഗ്ഷൻ. ഇത് ഈ ഏരിയയിലെ ഒരു മെയിൻ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൂടാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ അറിയാം, ഇവിടെ നിന്നാണ് ട്രെയിൻ 2 സൈഡിലേക്ക് തിരിയുന്നത്, ഡൽഹി സൈഡിലേക്കും അഹമ്മദാബാദ് സൈഡിലേക്കും. മേജർ ഒരു ജംഗ്ഷൻ ആണ് വെസ്റ്റേൺ റെയിൽവേയിലെ ഈ വഡോദര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇതിന്റെ കോഡ് വന്ന് BRC ആണ്. ഇവിടെ മൊത്തം 6 പ്ലാറ്റ്ഫോമുകളാണ് വഡോദര ജംഗ്ഷനിൽ. കൃത്യം 3 മിനിറ്റ് സ്റ്റോപ്പിന് ശേഷം നമ്മുടെ ട്രെയിൻ വഡോദര സ്റ്റേഷനിൽ നിന്ന് എടുത്ത് അടുത്ത സ്റ്റോപ്പായ സൂറത്തിലേക്ക് ഇനി 1 മണിക്കൂർ 15 മിനിറ്റ് റണ്ണിന് ശേഷം അടുത്ത സ്റ്റേഷനായ സൂറത്ത് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മുടെ ട്രെയിൻ ഇനി സ്റ്റോപ്പ് ഉള്ളത്. നമ്മുടെ ട്രെയിനിന്റെ 3ാമത്തെ സ്റ്റോപ്പ് കൂടിയാണ് സൂറത്ത്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ഹൈ സ്പീഡ് ഓവർടേക്ക് ആണ്. നമ്മുടെ ട്രെയിൻ ഹരിദ്വാറിൽ നിന്ന് ബാന്ദ്ര വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിനെ ഓവർടേക്ക് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് 2ാമത്തെ ഓവർടേക്ക് ആണിത്. അടുത്ത സ്റ്റേഷനിൽ നിന്ന് വേറൊരു ട്രെയിനെയും കൂടെ ഓവർടേക്ക് ആണ്. വഡോദര ജംഗ്ഷനിൽ നിന്ന് വൽസാദ് വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനെയാണ് നമ്മളിപ്പോ ഓവർടേക്ക് ചെയ്യുന്നത്. ഞാൻ മൊത്തം ഇപ്പൊ 4ാമത്തെ 5ാമത്തെ ഓവർടേക്ക് ആണ് ഇപ്പൊ കാണുന്നത്. നമ്മുടെ ട്രെയിൻ ഹൈ പ്രയോറിറ്റി ഉള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ആണല്ലോ. ഈ മുംബൈ സെൻട്രലിന്റെ ഇടയിൽ ഇനി എത്ര ഓവർടേക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളിപ്പോ കടന്നു വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് സൂറത്ത്. ഗാന്ധിനഗറിൽ നിന്ന് 357 കിലോമീറ്റർ താണ്ടി നമ്മുടെ ട്രെയിനിന്റെ 3ാമത്തെ സ്റ്റോപ്പാണ് ഈ സൂറത്ത് സ്റ്റേഷൻ. ഇവിടെ നമ്മുടെ ട്രെയിൻ വെറും 3 മിനിറ്റുകൾ മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത്. സൂറത്ത് സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുജറാത്തിലെ വഡോദരയ്ക്കും മുംബൈ സെൻട്രലിനും ഇടയിലുള്ള ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് സൂറത്ത്. പക്ഷെ ഇത് ഗുജറാത്തിലാണെങ്കിലും മുംബൈ സെൻട്രൽ ഡിവിഷന്റെ അണ്ടറിൽ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. ഇവിടെ മൊത്തം 4 പ്ലാറ്റ്ഫോമുകളാണ് സൂറത്തിലുള്ളത്. അത്യാവശ്യം നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് വെസ്റ്റേൺ റെയിൽവേയിൽ ഈ സൂറത്ത് സ്റ്റേഷൻ. സൂറത്തിൽ ഇപ്പൊ ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുന്ന ഈ ട്രെയിനാണ് മുംബൈ സെൻട്രലിൽ നിന്ന് അഹമ്മദാബാദിലെ വട്ടുവ വരെ പോകുന്ന കർണാവതി എക്സ്പ്രസ്. നല്ല പേരില്ലേ, കർണാവതി എക്സ്പ്രസ്. ഒരു ഇന്റർസിറ്റി ടൈപ്പ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കൂടിയാണ് ഈ കർണാവതി എക്സ്പ്രസ്. ഈ ട്രെയിനിന്റെ കാര്യം നല്ല രസമാണ്. ഇത് തിരിച്ച് മുംബൈ സെൻട്രലിലേക്ക് രാവിലെ യാത്ര തിരിക്കുമ്പോൾ അഹമ്മദാബാദ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷെ തിരിച്ച് ഉച്ചയ്ക്ക് മുംബൈ സെൻട്രലിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വരുമ്പോൾ ഇത് വട്ടുവ സ്റ്റേഷൻ വരെ യാത്ര അവസാനിപ്പിക്കാറാണ് പതിവ്. അതെന്താണെന്ന് ഇങ്ങനെ അഹമ്മദാബാദ് ജംഗ്ഷനിൽ നല്ല റഷുള്ള ടൈം ആയതുകൊണ്ടായിരിക്കും വട്ടുവയില് കർണാവതി എക്സ്പ്രസ് യാത്ര അവസാനിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എറണാകുളം ജംഗ്ഷനിലേക്ക് വരുന്ന ട്രെയിൻ എറണാകുളം ടൗണിൽ യാത്ര അവസാനിപ്പിക്കുന്ന പോലെയാണ്. സൂറത്തിൽ നിന്ന് ട്രെയിൻ എടുത്ത് പാറ പറന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പീഡ്, 130 km/h ആണ് സ്പീഡ് കാണിക്കുന്നത്. ഇപ്പുറത്ത് തന്നെ ഈ ട്രാക്ക് കണ്ടു. ഇത് ഡെഡിക്കേറ്റഡ് ആയ ഫ്രൈറ്റ് കോറിഡോർ ആണ്. ഇതുവഴി ഫിനാൻഷ്യൽ ക്യാപിറ്റലായ മുംബൈയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് ചരക്ക് ഗതാഗതം ഹൈ സ്പീഡിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇത് വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഇതിന്റെ പണി കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല. ഡൽഹി വരെ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഗുജറാത്ത് രാജസ്ഥാൻ വഴി കടന്നുപോയി നേരെ ഡൽഹിയിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് ഇതിന്റെ റൂട്ട്.
നമ്മളിപ്പോ ഹൈ സ്പീഡിൽ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷനാണ് ഗുജറാത്തിലെ നവസാരി റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ഈ വന്ദേ ഭാരത് കൊള്ളാം കേട്ടോ, അടിപൊളി സ്പീഡാണ് ഇത് കേറിയപ്പോ മുതൽ. ഈ റൂട്ട് നല്ല ഹൈ സ്പീഡ് റൂട്ട് തന്നെയല്ലേ ഈ അഹമ്മദാബാദ് മുംബൈ. നമ്മുടെ ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പ് വാപ്പി എന്ന് ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിന്റെ 4ാമത്തെ സ്റ്റോപ്പ് കൂടിയാണ് വാപ്പി. ഡിസ്പ്ലേയിൽ കണ്ടില്ലേ ട്രെയിനിന്റെ സ്പീഡ് കൊണ്ടു 130 km/h. ഗുജറാത്തിലാണ് ഈ വാപ്പി വരുന്നത്. ട്രെയിനിന്റെ 4ാമത്തെ സ്റ്റോപ്പായ വാപ്പി റെയിൽവേ സ്റ്റേഷൻ ആണ്. ഇവിടെ ട്രെയിൻ വെറും 2 മിനിറ്റുകൾ മാത്രമാണ് നമ്മുടെ വന്ദേ ഭാരതിന് സ്റ്റോപ്പ് ഉള്ളത്. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിൻ ഓവർടേക്ക് ചെയ്യുകയാണ്. അപ്പുറത്ത് പിടിച്ചിട്ടേക്കുന്ന ട്രെയിനാണ് പോർബന്ദർ സെക്കൻഡറാബാദ് എക്സ്പ്രസ്. അതിനെ ഇവിടെ സൂറത്ത് വെച്ച് ഒരു സൈഡിൽ പോസ്റ്റാക്കി ഓവർടേക്ക് ചെയ്തു പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മുടെ വന്ദേ ഭാരത് ഇതിപ്പോ എത്രാമത്തെ ട്രെയിനെ ഓവർടേക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? ഹൈ പ്രയോറിറ്റി ഉള്ള വന്ദേ ഭാരത് തന്നെയാണ് ഈ മുംബൈ സെൻട്രൽ വന്ദേ ഭാരത്. ഇതാണ് ദമൻ ഗംഗ റിവർ. വാപ്പി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു ബ്രിഡ്ജാണ്, റെയിൽവേ ബ്രിഡ്ജാണ്. വാപ്പി സ്റ്റേഷൻ കഴിഞ്ഞതോടുകൂടി ഡിന്നർ എത്തിയിട്ടുണ്ട്. നോൺ വെജ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡിന്നർ കഴിച്ചിട്ട് ഇനി കുറച്ചു നേരം ഒന്ന് മയങ്ങണം, നല്ല ക്ഷീണമുണ്ട്. ഇനിയിപ്പോ അടുത്ത സ്റ്റേഷൻ വരുന്നത് ബോർവേലി, അത് കഴിഞ്ഞ് മുംബൈ സെൻട്രൽ. അപ്പൊ ഇനി അധികം സമയമില്ല, നേരെ ഡിന്നർ കഴിക്കുക, കുറച്ചു നേരം ഒരു 10 മിനിറ്റ് ഒന്ന് മയങ്ങണം. ഇതിലെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല നീറ്റും ക്ലീനും ആയിട്ട് സൂക്ഷിച്ച ഒരു ബാത്റൂം തന്നെയാണ് വന്ദേ ഭാരത്. പ്രീമിയം ട്രെയിൻ അല്ലേ, മുംബൈ സെൻട്രലിലൂടെ അല്ലേ, നല്ല നീറ്റായിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ചെറിയൊരു ഉറക്കത്തിന് ശേഷം ബോർവേലി സ്റ്റേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഡിസ്പ്ലേ തെളിഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത സ്റ്റേഷൻ മുംബൈ സെൻട്രലിലാണെന്ന്. ഇനിയിപ്പം അധിക സമയമില്ല, കുറച്ച് സമയത്തിനകം മുംബൈ സ്റ്റേഷൻ എത്തുന്നതാണ്. അപ്പൊ നമ്മുടെ യാത്ര ഇപ്പൊ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെ ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ, കറക്റ്റ് പറഞ്ഞ 8:25 തന്നെ നമ്മുടെ ട്രെയിൻ മുംബൈ സെൻട്രൽ പ്ലാറ്റ്ഫോം നമ്പർ 5 എത്തിച്ചേർന്നിട്ടുണ്ട്. ഗാന്ധിനഗർ ക്യാപിറ്റലിൽ നിന്ന് മുംബൈ സെൻട്രൽ വരെയുള്ള വന്ദേ ഭാരത് യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ട്രെയിനിൽ യാത്ര ചെയ്ത് ലോകം കാണാൻ ആഗ്രഹിക്കുന്നവരും ഇന്ത്യൻ റെയിൽവേയും ട്രെയിൻ യാത്രകളും ഇഷ്ടമുള്ളവരും ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോ ആയി വരുന്നവരും വരെ ബൈ.